السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഒരു സത്യവിശ്വാസിയും സത്യനിഷേധിയും ഒരിക്കലും തുല്യമാവുകയില്ല. എല്ലാ കാര്യങ്ങളിലും വളരെ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. മുഅ്മിനിൻ്റെ ചിന്തയും ഒരു കാഫിറിൻ്റെ ചിന്തയും തീർത്തും വ്യത്യസ്തമായിരിക്കും. മുഅ്മിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തെ, ഒരു പരീക്ഷണത്തെ കണ്ടുമുട്ടുന്നതും ഒരു സത്യനിഷേധി തൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണത്തെ, ഒരവസ്ഥയെ കണ്ടുമുട്ടുന്നതും രണ്ട് രീതിയിലായിരിക്കും. എല്ലാ നിലയിലും വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഈമാനിൻ്റെ ആളുകളെയും കുഫ്രിൻ്റെ ആളുകളെയും പരിചയപ്പെടുത്തിയപ്പോൾ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രണ്ട് ഉപമകളാണ് പറഞ്ഞത്. മസലുൽ ഫരീഖൈനി കൽഅഅമ വൽ അസമ്മി വൽ ബസീരി വസ്സമീഅ്. മുഅ്മിനിൻ്റെ ഉപമ, കാഫിറിൻ്റെ ഉപമ കാഴ്ചയുള്ളവനെ പോലെയും കാഴ്ചയില്ലാത്തവനെ പോലെയുമാണ്. ചെവി കേൾക്കുന്നവനെ പോലെയും കേൾക്കാത്തവനെയും പോലെയാണ്. ഇതുപോലെ സത്യനിഷേധിയും ഒരു വിശ്വാസിയും അവരുടെ ജീവിതത്തിൽ തീർത്തും എല്ലാ മേഖലയിലും വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ജീവിതത്തിൽ അവസ്ഥകൾ മാറി മറിയുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ മുഅ്മിൻ തൻ്റെ എല്ലാ പ്രശ്നത്തെയും അള്ളാഹുവിലേക്ക് ചേർക്കുന്നവനാണ്. സത്യനിഷേധി അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ഹലാത്തുകളും വസ്തുക്കളിലേക്ക് ചേർക്കുന്നവനാണ്. ഇന്ന വസ്തു കാരണം ഇന്നതുണ്ടായി, ഇന്ന ഭൗതികമായ പ്രശ്നം മുഖേന ഇന്നതുണ്ടായി, ഇങ്ങനെ വസ്തുക്കൾ ദുന്യാവിൻ്റെ അവസ്ഥകളെ മുന്നിൽ വെച്ച് അതിന് കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ മുഅ്മിൻ അവൻ്റെ എല്ലാ പ്രശ്നത്തിനും എല്ലാത്തിൻ്റെയും മടക്കം അള്ളാഹുവിലേക്കായിരിക്കും. എല്ലാത്തിൻ്റെയും പരിഹാരം അള്ളാഹുവിൽ കണ്ടെത്തും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രയാസമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് ശക്തമായ ചൂട് എന്നുള്ളത്. ഈ ചൂടിനെ മുഅ്മിൻ കാണുന്നതും ഒരു കാഫിർ കാണുന്നതും രണ്ട് രീതിയിലാണ്. സത്യനിഷേധി അതിൻ്റെ കാരണങ്ങൾ, ഭൗതികമായ പല കാരണങ്ങൾ പറയും. ഇന്നതുകൊണ്ട് ഇതുണ്ടായി, ഇതുണ്ടായി, ഇങ്ങനെ പല ബാഹ്യമായ അവസ്ഥകൾ പറയും. എന്നാൽ മുഅ്മിൻ ചൂടെന്നല്ല, ഏത് അവസ്ഥകൾ വന്നാലും അതിൻ്റെ യഥാർത്ഥമായ മടക്കവൻ അള്ളാഹുവിലേക്കായിരിക്കും.
കാരണം ഒരു വസ്തുവിൽ നിന്നും ഒന്നും ഉണ്ടാകുന്നില്ല, സൂര്യനിൽ നിന്ന് ചൂടുണ്ടാകുന്നില്ല, വസ്തുക്കളിൽ നിന്നും ഒന്നും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമുക്ക് നൽകുകയാണ്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അത് സഞ്ചരിക്കുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, അതിൽ നിന്ന് ചൂട് ലഭിക്കുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ചലിക്കുന്ന ഒരു സൃഷ്ടി മാത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു കൽപ്പിക്കുന്നത് അത് ഉദിക്കുന്നു, അള്ളാഹു കൽപ്പിക്കുന്നതനുസരിച്ച് അസ്തമിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ അർശിൻ്റെ ചുവട്ടിൽ അത് സുജൂദിലായി അസ്തമിക്കുന്നു, വീണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കിഴക്കുന്നു, ഉദിക്കുന്നു. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അത് പടിഞ്ഞാറുന്ന് വീണ്ടും ഉദിക്കുന്നു. ഒരു സൃഷ്ടി മാത്രമാണ്. ചൂടുണ്ടാകുന്നത് സൂര്യനെ മറിച്ച് അള്ളാഹു നൽകുന്നതാണ്. അത് ശക്തമാകുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. വലകിന്നഹുമാ ആയതാനി മിൻ ആയാത്തില്ലാഹ്. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് മനുഷ്യന് ഉപദ്രവവും ഉപകാരവും അതിൽ നിന്നുണ്ടാകുന്നില്ല, മറിച്ച് മനുഷ്യന് ബുദ്ധിമുട്ടുള്ള അവസ്ഥയും അനുകൂലമായ അവസ്ഥയും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കുൽ കുല്ലും മിൻ ഇൻദില്ലാഹ്. എല്ലാം ഉണ്ടാകുന്ന അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അവസ്ഥ വന്നാൽ നിങ്ങൾ കാലഘട്ടത്തെ കുറ്റം പറയരുത്. ലാ തസുബ്ബു ദഹർ. കാലഘട്ടത്തെ നിങ്ങൾ കുറ്റം പറയരുത്. ചൂട് ശക്തമായതിൻ്റെ പേരിൽ നിങ്ങൾ കാലത്തെ കുറ്റം പറയും. വഅന ദഹർ. ഞാനാണ് കാലം. കാലമല്ല നിങ്ങൾക്ക് ചൂട് ശക്തമാക്കിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബു റീഹ്. കാറ്റിനെ നിങ്ങൾ കുറ്റം പറയരുത്. ലാ തൽഅനുഹാ ഫഇന്നഹാ മഅ്മൂറ. നിങ്ങൾ ഒരിക്കലും അതിനെ ശപിക്കരുത്, മറിച്ച് അത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുന്നെന്ന് മാത്രം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു സൃഷ്ടി മാത്രമാണ് കാറ്റ് എന്നുള്ളത്. ഇതുപോലെ മുഴുവൻ സൃഷ്ടികളും മുഴുവൻ അവസ്ഥകളും ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വരുന്നതാണ്. സ്വന്തമായി ദുന്യാവിൽ ഒന്നും സൃഷ്ടിയിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഇതാണ് മുഅ്മിനിൻ്റെ ചിന്താഗതി. ഇതിലായിരിക്കും. ഇത് അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ്, അള്ളാഹു അയക്കുന്നതാണ്, സ്വന്തമായി വരുന്നതല്ല. ചൂട് സ്വന്തമായി ശക്തമാകുന്നതല്ല. ഭൂമിയിൽ എന്തെങ്കിലും ബാഹ്യമായ അവസ്ഥകളെ പേര് ശക്തമാകുന്ന വെച്ചാൽ അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ്. അള്ളാഹു നമ്മിലേക്ക് അയക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? ഒമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. പ്രതികൂലമായ അവസ്ഥകൾ നിങ്ങളിലേക്ക് ഞാൻ അയക്കുന്നു, ഇല്ലാ തഖ്വീഫ, നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി, അഥവാ നിങ്ങളെ ഉണർത്താൻ വേണ്ടി. അള്ളാഹു അക്രമിയായതിൻ്റെ പേരിലോ ദുഷ്ടനായതിൻ്റെ പേരിലല്ല അടിമകൾക്ക് പ്രതികൂലമായ അവസ്ഥകൾ നൽകുന്നത്. അള്ളാഹുവിനോളം കാരുണ്യമുള്ള ആരുമില്ല. ഒരു അണുമണിത്തൂക്കം അക്രമം ചെയ്യാത്തവൻ അള്ളാഹു മാത്രമാണ്. ലാ യദ്ലിമു റബ്ബുക മിസ്ഖാല ദർറ. നിങ്ങളുടെ റബ്ബ് അക്രമം ചെയ്യുന്നവനല്ല. നിങ്ങളുടെ ഭാര്യയിൽ നിന്നോ നിങ്ങളുടെ പിതാവിൽ നിന്ന് മക്കളിൽ നിന്ന് അക്രമം ഉണ്ടായേക്കാം, പക്ഷെ നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഒരിക്കലും അക്രമം ഉണ്ടാവുകയില്ല. അവൻ അക്രമിയല്ല. ലാ യദ്ലിമു റബ്ബുക മിസ്ഖാല ദർറ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. അക്രമം കാണിക്കുന്നവനല്ല നിങ്ങളുടെ റബ്ബ്. നിങ്ങളോട് ഈ പ്രതികൂലമായ അവസ്ഥയും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ നിങ്ങളേക്ക് അയക്കുന്നത് നിങ്ങളോട് അക്രമം കാണിക്കുകയില്ല, മറിച്ച് ഇല്ലാ തഖ്വീഫ, നിങ്ങൾക്കൊരു ഉണർത്തലാണ്. വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്സിനീന വനഖ്സിൻ മിനസ് സമറാത്ത് ലഅല്ലഹും യദ്ദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് പരീക്ഷണങ്ങളും ഇതുപോലത്തെ പ്രതികൂല അവസ്ഥകളും കൊടുത്തത് അല്ലാഹ് പറയാൻ, ആല് ഫിർഔനിന് നാം ശക്തമായ വരൾച്ചയും ചൂടുമെല്ലാം നൽകി, അവരുടെ ഫലങ്ങളിലും പഴങ്ങളിലും കുറവ് വരുത്തി. എന്തിനായിരുന്നു? ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ ചിന്തിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ. ഒരു വർഷത്തിൽ തന്നെ 2 പരീക്ഷണങ്ങൾ നാം അവർക്ക് അയച്ചു. 2 പരീക്ഷണങ്ങൾ വന്നു. എന്നിട്ടും സുമ്മ ലാ യതൂബൂൻ, എന്നിട്ടും അവർ തൗബ ചെയ്യുന്നില്ല. അപ്പോൾ തൗബ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പരീക്ഷണം അയച്ചത്.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കൂഫയിലായിരുന്നപ്പോൾ ഭൂമി കുലുക്കമുണ്ടായി. ഭൂമി കുലുങ്ങിയപ്പോൾ അദ്ദേഹം ജനങ്ങളെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും യസ്തഅതിബുക്കും ഫഅതിബൂഹു. അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ, നിങ്ങളെ റബ്ബ് നിങ്ങളെ അള്ളാഹുലേക്ക് മടക്കാൻ വേണ്ടി, നിങ്ങൾ അള്ളാഹുലേക്ക് തിരിയാൻ വേണ്ടി പരീക്ഷണം അയച്ചത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങി, നിങ്ങളുടെ മോശമായ ജീവിതത്തിൽ നിന്നും അള്ളാഹുലേക്ക് നിങ്ങൾ മടങ്ങി, അള്ളാഹുവിനെ അതിർത്തിപ്പെടുത്തുന്ന ജീവിതത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങി. അതിനുവേണ്ടിയാണ് ഭൂമി കുലുങ്ങിയത്, അതല്ലാതെ മറ്റൊരു കാരണത്തിൻ്റെ പേരിലുമല്ല. അത് പരീക്ഷണങ്ങൾ, പ്രതികൂലമായ അവസ്ഥകൾ, ശക്തമായ ചൂട്, വരൾച്ച, ഇതെല്ലാം ഇത് ഭൂമിയിലോ ആകാശത്തിലുള്ള സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതല്ല. അങ്ങനെ ചിന്തിക്കുന്നവനല്ല മുഅ്മിൻ. അതൊരു സത്യനിഷേധയുടെ ചിന്തയാണ്. അതിന് പല കാരണങ്ങൾ പറയും, ദുന്യാവിൻ്റെ ബാഹ്യമായ കാരണങ്ങൾ. മുഅ്മിൻ അവൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണങ്ങൾ തൻ്റെ ജീവിതത്തിലെ അമലുകളെ കണ്ടെത്തും, തൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ കണ്ടെത്തും. ഏത് പാപത്തിൻ്റെ പേരിലാണ് അല്ലാഹു തആല ഈ പരീക്ഷണം ഇറക്കിയത്? മുഅ്മിൻ ഒരു പരീക്ഷണം വന്നാൽ ആദ്യം അവൻ്റെ ജീവിതത്തിലേക്കാണ് നോക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏത് വീഴ്ച സംഭവിച്ചു, എന്ത് കുറവ് സംഭവിച്ചു, ഏത് തിന്മ സംഭവിച്ചു. അതുകൊണ്ട് ഈ ശക്തമായ ചൂടിൻ്റെ അവസ്ഥയിൽ മുഅ്മിനീങ്ങളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ മുന്നിൽ വെച്ച് ചിന്തിക്കണം. അല്ലാഹു തആല ഈ പരീക്ഷണം ഇറക്കാൻ എന്താണ് കാരണം? ദീനിൽ എന്താണ് അതിന് കാരണം പറഞ്ഞിരിക്കുന്നത്? ഏത് പാപത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയെല്ലാം വരൾച്ചയും ശക്തമായ ചൂടുമുണ്ടാകുന്നത്? ചില തിന്മകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ചില തിന്മകൾ, അതിൻ്റെ അനന്തരമായി ദുന്യാവിൽ തന്നെ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നു, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 കാര്യങ്ങൾ അത് നിങ്ങളിൽ നിന്നുണ്ടായാൽ അള്ളാഹുവിൽ നിന്നും 5 കാര്യങ്ങൾ തിരിച്ചു പകരം നിങ്ങൾക്കുണ്ടാകും. 5 കാര്യത്തിൽ 2 കാര്യങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചൂടിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, എപ്പോൾ ഒരു സമൂഹം സകാത്തിനെ കൊടുക്കാത്ത അവസ്ഥ വന്നാൽ, ശരിയായ രീതിയിൽ സകാത്ത് വീട്ടാത്ത ഒരു സമൂഹമായി മാറിയാൽ, അവർക്ക് ആകാശത്ത് ഒരു തുള്ളി മഴ പോലും ഇറങ്ങുകയില്ല. മുഅ്മിന്റെ ചിന്ത അതായിരിക്കും, എന്തുകൊണ്ട് മഴ പെയ്യുന്നില്ല? അവൻ ചിന്തിക്കും, എന്താണ് ഇതിൻ്റെ കാരണം? ദീനിൽ അതിന് കാരണമുണ്ട്. ഏതൊരു സമൂഹം സകാത്തിനെ ശരിയായി വീട്ടുന്നില്ലയോ, ആകാശത്ത് ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് ഇറങ്ങുകയില്ല. ഭൂമിയിൽ എവിടെയും ഇതിന് കാരണമില്ല. അടിമയുടെ അമലുകൾ അതിന് കാരണമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞൊരു കാരണം, ഒരു സമൂഹം അളവ് തൂക്കത്തിൽ കുറവ് വരുത്തിയാൽ, അവൻ്റെ കച്ചവട ഇടപാടിൽ ശരിയായ മാർഗം തിരഞ്ഞെടുക്കാതെ വഞ്ചനയും ചതിവിൻ്റെയും മാർഗം കച്ചവടത്തിൽ തിരഞ്ഞെടുത്താൽ, അളവ് തൂക്കത്തിൽ കുറവ് വരുത്തിയാൽ അവർക്ക് ശക്തമായ വരൾച്ചയുണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 5 വിഷയത്തിൽ ഈ 2 കാര്യങ്ങൾ ഇന്ന് നാം അനുഭവിക്കുന്ന ചൂടിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. മുസ്ലിമീങ്ങളുടെ സമ്പാദ്യ മേഖല പരിശുദ്ധമാകാത്തതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ കാരണം. ഇബാദത്ത് അതിന് പരിഹാരമാവുകയില്ല. ചില തിന്മകളുടെ പേരിൽ അള്ളാഹു ഇറക്കുന്ന മുസീബത്ത് മറ്റുള്ള ഇബാദത്ത് പരിഹാരമാവുകയില്ല. ചില തിന്മകൾ നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്ന മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ, അതിന് ബാക്കിയുള്ള ഇബാദത്ത് പരിഹാരമാവുകയില്ല. ആ തിന്മ തന്നെ ഉപേക്ഷിക്കണം. ആ തിന്മ ഉപേക്ഷിക്കാത്ത കാലത്തോളം ആ മുസീബത്ത് അള്ളാഹു ഉയർത്തുകയുമില്ല. അവിടെ നമ്മുടെ ഇബാദത്തോ, നമ്മുടെ നമസ്കാരമോ, നമ്മുടെ ഹജ്ജോ, നമ്മുടെ തിലാവത്തോ പരിഹാരമല്ല. നമ്മുടെ സമ്പാദ്യ മേഖല പരിശുദ്ധമാകാതെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് പരീക്ഷണം ഉയർത്തുകയുമില്ല. ഇന്ന് നമ്മുടെ കമ്പോളങ്ങൾ കളവുകൾ കൊണ്ട്, ചതിവ് കൊണ്ട്, വഞ്ചന കൊണ്ട് നിറഞ്ഞതാണ്. എല്ലാ മേഖലയും, സമ്പാദ്യ മേഖല മുഴുവൻ കളവിനാൽ നിറയപ്പെട്ടു. വഞ്ചന, ചതിവെല്ലാം നിറയപ്പെട്ടു. ദുന്യാവിലും പരീക്ഷണം ഇറങ്ങും, ആഖിറത്തിലും ഇറങ്ങും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കൽ കുറച്ചാളുകൾ, ഹജ്ജിന് വേണ്ടി വന്ന കുറച്ചാളുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പരിഭ്രമാവസ്ഥയിൽ ഓടി വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഹജ്ജിന് വേണ്ടി വന്ന ഒരു സ്നേഹിതൻ മരണപ്പെട്ടു. അദ്ദേഹത്തെ ഞങ്ങൾ ഖബറടക്കി. പക്ഷേ ഖബർ കുഴിച്ച് ഖബറിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കുമ്പോൾ അവിടെ പാമ്പിനെ കണ്ടു. ഞങ്ങൾ മയ്യത്ത് തിരിച്ചെടുത്തു. മറ്റൊരു സ്ഥലത്ത് ഖബർ കുഴിച്ചു, അവിടെ ഇറക്കി വെച്ചപ്പോൾ അതേപോലെ അവിടെ ഈ പാമ്പിനെ കണ്ടു.
2-3 സ്ഥലത്ത് ഞങ്ങൾ ചെയ്തു നോക്കി, ഇതേ അവസ്ഥ കണ്ടു. ഞങ്ങൾ മയ്യത്തിനെ അവിടെ ഇട്ട് വന്നിരിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, അതേ അവസ്ഥയിൽ തന്നെ ഖബറടക്കിക്കൊള്ളിൻ. അദ്ദേഹം ജീവിതത്തിൽ പതിവാക്കിയ എന്തോ തിന്മയുടെ ഫലമാണ്. ജീവിതത്തിൽ ശീലിച്ചു പോയ ചില തിന്മയുടെ ശിക്ഷയാണ് കാണുന്നത്. അവർ പറയുന്നു, ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിപ്പോയി നാട്ടിലേക്ക്. നാട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടു. അവസ്ഥകൾ പറഞ്ഞു. ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ദുഷിച്ച ശീലം എന്തായിരുന്നു? ഭാര്യ പറഞ്ഞു, ഇദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. ധാന്യങ്ങൾ വീട്ടിൽ കൊണ്ടുവരും, എന്നിട്ട് മോശമായ ധാന്യം അതിൽ കലർത്തും, എന്നിട്ടത് കച്ചവടം ചെയ്യുമായിരുന്നു. സമ്പാദ്യ മേഖല പരിശുദ്ധമായില്ല. ദുന്യാവിലും പരീക്ഷണമാണ്, ആഖിറത്തിലും പരീക്ഷണമാണ്. ഹജ്ജിന് പോയ വ്യക്തിയാണ്, നമസ്കാരമുള്ള വ്യക്തിയാണ്, പക്ഷെ മതിയാവുകയില്ല. അള്ളാഹു ഏതെങ്കിലും തിന്മയുടെ പേരിൽ ഇറക്കുന്ന മുസീബത്ത് മറ്റമലുകൊണ്ട് പരിഹാരമാവുകയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ശക്തമായ ചൂടിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുസ്ലിമീങ്ങളായ നമ്മുടെ സമ്പാദ്യ മേഖല പരിശുദ്ധമാകാത്തതാണ്. അതിന് വേറെ ഒരു പരിഹാരവുമില്ല. ദുആ അതിന് പരിഹാരമല്ല, അതിന് നമ്മുടെ നമസ്കാരം പരിഹാരമല്ല, അതിന് നമ്മുടെ ഇബാദത്തുകൾ പരിഹാരമല്ല. അതിന് നമ്മുടെ സമ്പാദ്യ മേഖല പരിശുദ്ധമാക്കൽ തന്നെ പരിഹാരം, വേറൊരു പരിഹാരവുമില്ല. അതിൽ നിന്ന് നമ്മൾ പരിശുദ്ധമാകാതെ നമ്മുടെ ഒരു ദുആയും അള്ളാഹു സ്വീകരിക്കുകയുമില്ല. ഈ ചൂടത്ത് കുറയുകയുമില്ല, ശക്തമാവുകയും ചെയ്യും. ചിന്തിച്ചു, നമ്മൾ കാരണമായി എത്രയോ മൃഗങ്ങളും പ്രാണികളും ബുദ്ധിമുട്ടുകയാണ്. നമ്മൾ കാരണമായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹുബാറ പക്ഷി അതിൻ്റെ കൂട്ടിൽ നിന്ന് വെള്ളം കിട്ടാതെ ദാഹിച്ച് ചത്തുപോകും. എന്താണ് കാരണം? മനുഷ്യൻ ചെയ്യുന്ന തിന്മയുടെ ബുദ്ധിമുട്ട് കാരണം. ഒരു പക്ഷി അതിൻ്റെ കൂട്ടിൽ വെള്ളം കിട്ടാതെ ദാഹിച്ച് ചത്തുപോകും. കാരണം എന്താണ്? മനുഷ്യൻ്റെ തിന്മകളാണ്. മുജാഹിദ് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, മഴ ലഭിക്കാതാകുമ്പോൾ മൃഗങ്ങൾ അത് മനുഷ്യനെ ശപിക്കും. മഴ ലഭിക്കാതാകുമ്പോൾ മൃഗങ്ങൾ ശപിക്കും. മൃഗങ്ങൾ പറയും, ആദം, നമുക്ക് ഈ മഴ ലഭിക്കാത്ത ഈ വരൾച്ചയും ബുദ്ധിമുട്ടും മനുഷ്യൻ്റെ തിന്മകളുടെ നാശമാണ്. മൃഗങ്ങൾ ശപിക്കുക, പ്രാണികൾ, പാപങ്ങൾ ചെയ്യാത്ത പ്രാണികൾ നമ്മൾ ശപിക്കുക. ഈ അവസ്ഥ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനാണ്? ഒരു സമൂഹം മുഴുവൻ നമ്മളെ ലഅനത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെങ്ങനെ സന്തോഷവും അനുഗ്രഹം ലഭിക്കാനാണ്? എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കാരണം അവകൾ ബുദ്ധിമുട്ടുകയാണ്. ഒരു മുഅ്മിൻ അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ ബാഹ്യമായ അവസ്ഥകളിലല്ല അവൻ കണ്ടെത്തുന്നത്. അവൻ ദീനിലേക്ക് മടങ്ങും, അമലുകളിലേക്ക് തിരിയും. എന്താണ് ഇതിന് കാരണം? എന്താണ് ഇതിന് പരിഹാരം? അതുകൊണ്ട് പരിഹാരം ഏതൊരു തിന്മയുടെ പേരിലാണോ അള്ളാഹു മഴ നൽകാത്തത്, ആ തിന്മ നമ്മൾ ഉപേക്ഷിക്കലാണ്, അള്ളാഹുലേക്ക് മടങ്ങലാണ്, അമലുകൾ ആകാശത്തിലേക്ക് കയറ്റിവിടലാണ്. ആകാശത്തിന് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി വേറെ ഒന്നും ആകാശത്തെ കയറ്റിവിട്ട് കാര്യമില്ല, നമ്മുടെ അമലുകൾ ഉയരണം. ഏതൊരു നിഅമത്താണോ ആകാശത്തിൽ അള്ളാഹു തടഞ്ഞു വെച്ചത്, ആ നിഅമത്ത് ഇറങ്ങാൻ പാപമാണ് കാരണം. ആ പാപങ്ങളെ പൊറിപ്പിച്ചാൽ ആ നിഅമത്ത് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്യും. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ശക്തമായ വരൾച്ചയുണ്ടായി. അദ്ദേഹം ചില ബാഹ്യമായ ഏർപ്പാടുകൾ ചെയ്തു. വരൾച്ച ശക്തമായപ്പോൾ അന്ന് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ജീവിച്ചിരുന്ന വ്യക്തി നബി തങ്ങളെ സ്വപ്നം കണ്ടു. തങ്ങൾ പറഞ്ഞു, ഉമർ ബുദ്ധിമാനായിരുന്നല്ലോ, എന്തു പറ്റി? ഉമർ ബുദ്ധിമാനായിരുന്നല്ലോ, ഇത്രയും തങ്ങൾ പറഞ്ഞു. ഉമറിന് സലാം പറയും, എന്നിട്ട് ഉമറിനോട് പറയും, ഉമർ ബുദ്ധിമാനായിരുന്നല്ലോ, എന്ത് സംഭവിച്ചു? ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പോയി സ്വപ്നം കണ്ട വ്യക്തി പോയി പറഞ്ഞ നബി തങ്ങളെ സ്വപ്നം കണ്ടു. നബി തങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു കരയാൻ തുടങ്ങി. കാരണം മനസ്സിലായി, ഈ ബാഹ്യമായ ഏർപ്പാടുകൾ ഇതിന് പരിഹാരമല്ല, പരിഹാരം അമലുകൾ ചെയ്യലാണ്. ഉടനെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചു, ജനങ്ങളെ കൊണ്ട് തൗബ ചെയ്യിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നാം അള്ളാഹുലേക്ക് മടങ്ങലാണ്. ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി തആല അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, എൻ്റെ കൃഷിസ്ഥലമെല്ലാം നശിച്ചുപോയി. മറ്റൊരാൾ വന്ന് പറഞ്ഞു, എൻ്റെ ഭൂമിയിൽ വെള്ളമില്ല, ഞാൻ എത്ര കുഴിച്ചിട്ടും വെള്ളം ലഭിക്കുന്നില്ല. ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് മക്കളുണ്ടാകുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ പല പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞു. എല്ലാവരോടും അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ മുന്നിൽ ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും. 10 ശിഷ്യന്മാർ ചോദിച്ചു, എല്ലാം നിങ്ങളെല്ലാവർക്കും പറഞ്ഞ പരിഹാരം ഒറ്റ പരിഹാരമാണ്. വന്നവർ വ്യത്യസ്തമായ പ്രശ്നങ്ങളുമായി നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ പരിഹാരമായി പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. ഒറ്റ പരിഹാരമാണല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൂടി
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാവിൽ കൂടി പറയിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന് ഇതേ അവസ്ഥകളുണ്ടായി. ശക്തമായ വരൾച്ചയുണ്ടായി, മഴ ലഭിക്കാതായി, മക്കളുണ്ടാകാതായി. അപ്പോൾ അദ്ദേഹം ആ സമൂഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ റബ്ബിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യിൻ, എങ്കിൽ നിങ്ങൾക്ക് യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അല്ലാഹു മഴയെ വർഷിപ്പിക്കും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. റബ്ബ് നിങ്ങൾക്ക് മഴ നൽകും, സന്താനങ്ങൾ നൽകും, സമ്പത്ത് നൽകും, എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം നൽകും. അതെല്ലാം തടയപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ കാരണമായിട്ടാണ്. അതുകൊണ്ട് ഇസ്തഗ്ഫിറു, നിങ്ങൾ പശ്ചാത്തപിക്കിൻ, തൗബ ചെയ്യും. അതുകൊണ്ട് നമ്മൾക്ക് വന്നിരിക്കുന്ന ഈ പരീക്ഷണം, ഇത് ഉയർത്താനുള്ള വഴി നമ്മൾ ഓരോരുത്തരും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങലാണ്. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങലാണ്. മഴ എന്ന അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അത് വേറെ ആർക്കും നൽകാൻ സാധിക്കുകയില്ല. അള്ളാഹു നൽകാതെ ലോകത്താര് വിചാരിച്ചാൽ ലഭിക്കാത്തതാണ്. ആകാശം ഒരു തുള്ളി പോലും അള്ളാഹ് വിചാരിക്കാതെ ലഭിക്കുകയില്ല. ഇത് അള്ളാഹു ഇറക്കുന്നതാണ്. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു. അള്ളാഹു ആണ് ഭൂമിയിലേക്ക് മഴ ഇറക്കുന്നത്. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഈ ആകാശത്ത് മഴ ഭൂമിയിലേക്ക് ഇറക്കുന്ന ആരാണ്? നിങ്ങളാണോ? അതല്ല, നാമാണ്. അള്ളാഹു ഭൂമിയിലേക്ക് മഴ ഇറക്കിയില്ലെങ്കിൽ ലോകത്താര് പരിശ്രമിച്ചാലും ഒരു തുള്ളി വെള്ളം ലഭിക്കുകയില്ല. അള്ളാഹു നൽകണം. അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് പരിഹാരം നാം അള്ളാഹുലേക്ക് മടങ്ങലാണ്. അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാനുള്ള വഴി യാചിക്കൽ തന്നെയാണ്. ഒരു വസ്തു ഒരാളിൽ നിന്ന് നേടിയെടുക്കാനുള്ള 3 മാർഗങ്ങളാണ്. ഒന്നെങ്കിൽ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ച് പറിച്ച് വാങ്ങിച്ചെടുക്കാം, അക്രമം കാണിച്ച് ആ മനുഷ്യനെങ്കിൽ പിടിച്ച് വാങ്ങിച്ചെടുക്കാം. ഇല്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുത്ത് ആ വസ്തു വാങ്ങിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ മുന്നിൽ യാചിച്ച് വാങ്ങിച്ചെടുക്കാം. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അക്രമം കാണിച്ച് അള്ളാഹുവിന് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുകയില്ല. എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്ത് വാങ്ങിക്കൽ അള്ളാഹുവിന് ആരുടെയും ഒന്നും ആവശ്യവുമില്ല. പിന്നെ 3ാമത്തെ മാർഗമേ ഉള്ളൂ, യാചിക്കുക അള്ളാഹുവിനോട്. എന്താണ് ആവശ്യം? അത് അള്ളാഹുവിന് മുന്നിൽ യാചിച്ചാൽ അള്ളാഹു നൽകുന്നതാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിലുള്ള പരിഹാരം നാം അള്ളാഹുവിന് മുന്നിൽ യാചിക്കലാണ്, അള്ളാഹുലേക്ക് മടങ്ങലാണ്. 2ാമത്, ഈ ശക്തമായ ചൂടിൻ്റെ സമയത്ത് ഒരു ഗുണപാഠമുണ്ട്. ഒരു ചിന്ത ഇതിൻ്റെ പുറകിൽ വരണം. ഈ ദുന്യാവിൻ്റെ ചെറിയ ചൂട് ഇത് നമ്മുടെ ആഖിറത്തിൻ്റെ ചൂടിലേക്ക് ചിന്ത കൊണ്ടുപോകണം. താൽക്കാലികമായ ദുന്യാവിൻ്റെ ചൂട് നമ്മുടെ കാലാകാലമായ ആഖിറത്തിൻ്റെ ചൂടിലേക്ക് നമ്മൾ ചിന്തകളെ കൊണ്ടുപോകണം. മുൻഗാമികൾ അവർ ചെറിയ ചൂട് വരുമ്പോൾ ഒരു ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ചില മുൻഗാമികൾ അവർ കുളിക്കാൻ വേണ്ടി പഴയ കാലഘട്ടത്തിൽ ചൂടുവെള്ളം കിട്ടാൻ വേണ്ടി പ്രത്യേകമായ കുളിമുറികൾ ഉണ്ടായിരുന്നു. അവിടെ കുളിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുമായിരുന്നു, നിഅമൽ ബൈത്തുൽ ഹമ്മാം യുദ്ഹിബിന ദറന വയുദക്കിറൻ നാർ. ചൂടുവെള്ളം ലഭിക്കുന്ന കുളിമുറി അവർ എത്തുമ്പോൾ പറയുമായിരുന്നു, എത്ര നല്ല സ്ഥലമാണിത്, ഇവിടെ അഴുക്ക് വൃത്തിയാക്കുകയും എന്നാൽ ഈ ചൂട് വെള്ളത്തിൽ കുളിക്കുമ്പോൾ നരകത്തിൻ്റെ ഓർമ്മ വരികയും ചെയ്യുന്നല്ലോ. അല്പം ചൂട് വരുമ്പോൾ അവർ നരകത്തെക്കുറിച്ച് ഓർക്കുമായിരുന്നു. സിലത്ത് ബിൻ ഉശൈം റഹ്മത്തുള്ളാഹി തആല അലൈഹി വിവാഹം കഴിച്ച ആദ്യത്തെ രാത്രി അദ്ദേഹം ചൂടുവെള്ളത്തിൽ കുളിച്ച് തൻ്റെ വധുവിൻ്റെ അടുക്കലേക്ക് പോകാൻ തയ്യാറായി. അങ്ങനെ കുളിച്ചപ്പോൾ ചൂടുവെള്ളം ശരീരത്തിൽ ചാടിയപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ ആഖിറത്തിൻ്റെ ഓർമ്മ വന്നു. അദ്ദേഹം രാത്രി മുഴുവൻ ആഖിറത്തിൻ്റെ ചിന്തയിൽ പിന്നെ നമസ്കാരത്തിലേക്ക് കഴിഞ്ഞുകൂടി. വിവാഹത്തിൻ്റെ രാത്രി പക്ഷെ അല്പം ചൂട് വന്നപ്പോൾ ആഖിറം ഓർമ്മ വന്നു. ചില മുൻഗാമികൾ അവർ കുളിക്കാൻ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അവർ കരയുമായിരുന്നു. എന്നാൽ ആഖിറത്തിൽ ഒഴിക്കപ്പെടും യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. നരകവാസികളുടെ തലയിൽ നിന്നും ചൂടുവെള്ളം ഒഴിക്കപ്പെടും. ഈ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചവർ കരഞ്ഞു കഴിഞ്ഞുകൂടി. ദുന്യാവിൻ്റെ ചെറിയ ചൂട് അവരെ ഇത്രയും കരയിപ്പിച്ചെങ്കിൽ നമ്മൾ ഓരോരുത്തരും എത്ര കരയേണ്ടവരാണ്, എത്ര ചിന്തിക്കേണ്ടതാണ് ആഖിറത്തിൽ വരാനുള്ള ചൂടിനെ കുറിച്ച്. ഇന്ന് നാം താൽക്കാലികമായ ചൂടിൽ അല്പം വിയർക്കുന്നെങ്കിൽ ഇനിയൊരു ദിവസം വരാനുണ്ട്. അന്ന് മനുഷ്യൻ വിയർത്ത് അവൻ്റെ കണ്ണുംകാല് വരെ വിയർപ്പുണ്ടാകും, ചിലരുടെ അര വരെ വിയർപ്പുണ്ടാകും, ചിലരുടെ വായു വരെ വിയർപ്പുണ്ടാകും, ചിലർ വിയർപ്പിൽ മുങ്ങിത്താഴുന്നതാണ്. അങ്ങനത്തെ അവസ്ഥ വരാനുണ്ട്. മനുഷ്യൻ്റെയും മുകളിൽ 1 മൈൽ ദൂരത്തിൽ സൂര്യൻ അല്ലാഹു കൊണ്ടുവരുന്ന ദിവസമാണ്. അന്ന് എത്ര ശക്തമായ ചൂടായിരിക്കും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ നിന്ന് ഒരു സൂചിയുടെ ദ്വാരം, ഇത്രയും ചെറിയ ദ്വാരം ഈ ദുന്യാവിലേക്ക് തുറന്നു വിട്ടാൽ, അത്രയും ചെറിയ ദ്വാരത്തിൽ കൂടി ദുന്യാവിലേക്ക് തീ പ്രവേശിച്ചാൽ ദുന്യാവിൽ കഴിക്കാൻ ഒരു ഭക്ഷ്യവസ്തുക്കളും ഇല്ലാത്ത നിലയിൽ ഇതെല്ലാം കരിഞ്ഞ് ചാമ്പലായി പോകുമെങ്കിൽ നരകത്തിൻ്റെ തീയുടെ ശക്തി എത്രയായിരിക്കും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ നരകത്തിൽ കിടക്കുന്നൊരു മനുഷ്യനെ ദുന്യാവിൻ്റെ തീയിലേക്ക് ഇടപെട്ടാൽ അവൻ ദുന്യാവിലെ തീയിൽ സ്വസ്ഥമായി കിടന്ന് വിശ്രമിക്കുന്നതാണ്. കാരണം ആ തീയുടെ മുന്നിൽ ഇത് തീ ചൂടയല്ല,
അതുകൊണ്ട് നമുക്ക് ഈ ചൂട് നമ്മുടെ ആഖിറത്തിലേക്ക് ചിന്തകൾ കൊണ്ടുപോകണം. കുൽ നാറു ജഹന്നമ അശദ്ദു ഹർറൻ ലൗ കാനു യഅലമൂൻ. നബിയെ പറയിൻ, ദുനിയാവിൻ്റെ ചൂടിൻ്റെ പേരിൽ ദീനിൻ്റെ കാര്യങ്ങൾ പിന്തി നിൽക്കുന്നവരോട് പറയിൻ, കുൽ നാറു ജഹന്നം, നരകത്തിൻ്റെ തീ എന്നുള്ളത് അത് ദുനിയാവിൻ്റെ തീയേക്കാൾ ചൂടിനേക്കാൾ ശക്തമാണ്. ഇവിടെ അല്പം ചൂട് ലഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ അല്പം മാറ്റിവെച്ച് സമാധാനം ലഭിക്കുമെങ്കിൽ നാളെ ആഖിറത്തിൽ സറാബീലുഹും മിൻ ഖത്റാനിൻ, അവർക്ക് ധരിപ്പിക്കപ്പെടുന്നതിന് തീയിനുള്ള വസ്ത്രമാണ്. ഖുത്തിഅത് ലഹും മിൻ സിയാബിൻ മിൻ നാർ, അവർക്ക് ധരിപ്പിക്കപ്പെടുന്ന നരകത്തിൻ്റെ തീയുടെ വസ്ത്രങ്ങൾ. ഇവിടെ ചൂടിൻ്റെ പേരിൽ അല്പം വസ്ത്രം ഊരിവെച്ച് സമാധാനം കിട്ടുമെങ്കിൽ നേരെ തിരിച്ചാണ്. ധരിപ്പിക്കപ്പെടുന്ന വസ്ത്രം തന്നെ തീയിനുള്ള വസ്ത്രമാണ് എങ്കിൽ ഇവിടെ ചൂട് ശക്തമാകുമ്പോൾ അല്പം നമുക്ക് തണുത്ത വെള്ളം കുടിച്ച് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നേരെ തിരിച്ചാണ്. അവർ ദാഹിച്ച്, നരകവാസികൾ ദാഹിച്ച് വെള്ളം ചോദിക്കുമ്പോൾ അവർക്ക് നൽകുന്ന വെള്ളം ശക്തമായ തിളയ്ക്കുന്ന ജലമാണ്. അത് മുഖത്തെ കടിപ്പിക്കുമ്പോൾ തന്നെ അവർ മുഖങ്ങൾ കരിഞ്ഞു പോകും. ഇവിടെ ശക്തമായ ചൂടുണ്ടാകുമ്പോൾ നാം ചെരുപ്പ് ധരിക്കുമ്പോൾ ശരീരത്തിന് ചൂട് ലഭിക്കുന്നില്ല എങ്കിൽ നരകത്തിൽ തീയിനുള്ള ചെരുപ്പാണ് ധരിപ്പിക്കപ്പെടുന്നത്. നേരെ വിപരീതമാണ്. അതുകൊണ്ട് നമ്മൾ താൽക്കാലികമായ ദുനിയാവിൻ്റെ ചൂട് നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ആഖിറത്തിലേക്ക് പോകണം. അങ്ങനെ അള്ളാഹുലേക്ക് മടങ്ങാൻ ഇതൊരു കാരണമായി മുൻഗാമികളെ പോലെ നമുക്ക് ഈ ചൂട്, ശക്തമായ ചൂട് ആഖിറത്തിൻ്റെ ചിന്തയിലേക്ക് പോകാനും വീണ്ടും ദീനിലേക്കും അമലുകൾക്കും മടക്കാൻ കാരണമായി തീരണം. അതുകൊണ്ട് ഒന്ന്, നാം ഒരിക്കലും കാലത്തെ കുറ്റം പറയരുത്. ചൂട് ശക്തമായി, ഇതെന്ത് ചൂടാണ്, എന്ത് കാലമാണ്, ഇല്ല, ഇത് അള്ളാഹുവിൽ നിന്നാണ്. രണ്ട്, നമ്മൾ അള്ളാഹുലേക്ക് തൗബ ചെയ്യണം. മൂന്ന്, ഈ ചൂടും പരീക്ഷണവും അമലുകൾക്ക് തടസ്സമായി തീരരുത്. പ്രത്യേകിച്ച് ളുഹർ നമസ്കാരം, സുബ്ഹി നമസ്കാരം, ഇതെല്ലാം ഇതിനൊന്നും തടസ്സമായി തീരും. മറിച്ച് ദുആയിലൂടെ, അമലുകളുടെ അള്ളാഹുലേക്ക് തീരണം. അള്ളാഹു വിചാരിച്ചാൽ ഇതെല്ലാം പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും. അലാ ഇബ്നു ഹളറമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജമാഅത്ത് ഒരു നാട്ടിലെത്തി. ശക്തമായ ചൂടുള്ള സമയമായിരുന്നു. സംഘത്തിൻ്റെ വെള്ളവും കുടിക്കാനുള്ള വെള്ളവും, ജുമാ ദിവസമായിരുന്നു, കുളിക്കാൻ ആവശ്യമായ വെള്ളമെല്ലാം ഇല്ലാതായി. അവർ ഒരുമിച്ച് കൂടി ദുആ ചെയ്തു അള്ളാഹുവിന്റെ മുന്നിൽ. അദ്ദേഹം കൈയുയർത്തി ദുആ ചെയ്തു, യാ അലീമു യാ അദീമു, അള്ളാഹുവിന്റെ നാമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്തു. അദ്ദേഹം തൻ്റെ കരങ്ങൾ മുഖത്തേക്ക് വെക്കുന്നതിന് മുമ്പ് അള്ളാഹു മഴ പെയ്യിപ്പിച്ചു. അള്ളാഹുവിനെ കൊണ്ട് നമുക്ക് മഴ പെയ്യിപ്പിക്കാൻ സാധിക്കും, ശരിയായി അള്ളാഹുവിലേക്ക് നമ്മൾ അമലുകളുടെ മടങ്ങിയാൽ. അതുപോലെ ഈ സമയത്ത് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, മൃഗങ്ങളുണ്ട്, അവകൾക്കെല്ലാം വെള്ളം കുടിപ്പിക്കൽ ഒരു ഉയർന്ന ഇബാദത്താണ്. ചില മുൻഗാമികളെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഈച്ചക്ക്, അത് മഷിക്കുപ്പിയിൽ നിന്നും ഹദീസ് എഴുതുന്ന മഹാൻ, അദ്ദേഹം ഒരു ഈച്ച വന്നിരുന്നപ്പോൾ, ആ മഷിക്കുപ്പിയുടെ വക്കത്ത് ഒരു ഈച്ച വന്നിരുന്നപ്പോൾ അതിന് കുടിക്കാൻ അല്പം താമസം ചെയ്ത് കൊടുത്തു. ആ ഈച്ചക്ക് ആ മഷി അല്പം കുടിക്കാൻ താമസം ചെയ്ത് കൊടുത്തു. അത് കാരണമായി അള്ളാഹു തആല അദ്ദേഹത്തിന് മുഴുവൻ പാപം പുറത്തു കൊടുത്തു. അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന മൃഗങ്ങൾ, മനുഷ്യർ, അവർക്കെല്ലാം വെള്ളം കുടിപ്പിച്ച് ധാരാളം പ്രതിഫലം കരസ്ഥമാക്കാൻ പറ്റുന്ന സമയവുമാണ്. അള്ളാഹു തആല ഇതിനെ പ്രയോജനപ്പെടുത്തുവാനും അള്ളാഹുലേക്ക് മടങ്ങുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.